ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറുള്ള ബീഫ് സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കും ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മീഡിയം വലിപ്പമുള്ളത്. അതും പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സവാളയുടെയൊക്കെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 3-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ നേർത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ബീഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. ബീഫ് ഞാൻ ഒരു 1/4 ഭാഗം വേവായപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലോളം വേവിച്ചിട്ട് എടുത്ത ബീഫാണ്. ഇനി ഈ ചാറിൽ കൂടി ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നന്നായിട്ട് വെന്ത് സെറ്റാവും. അപ്പോൾ ഇനി ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ബീഫിൽ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഒന്നും കൂടി ചാറൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2-ാം പാലാണ്. കുറച്ചും കൂടി തിക്കായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ വേർതിരിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാം ഇങ്ങനെ ഒന്ന് പതുക്കെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടേ നല്ല ടേസ്റ്റിയുള്ള കറിയായിരിക്കും. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒരു 4-5 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും പിന്നെ ഒരു 8 പീസോളം അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചതും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പ് ഉരുളക്കിഴങ്ങ് മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ചാറിന് കൂടുതൽ ടേസ്റ്റ് തരും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ഒന്നും കൂടി തിളച്ച് ചാറൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കറിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കറി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതൊന്ന് താളിക്കണം. താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് അത് ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ചെറുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഇതൊരു 10ഓളം അണ്ടിപ്പരിപ്പുണ്ട്.
അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പിന് പുറമെ നമ്മളിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നെയ്യിൽ തന്നെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോണ്ടല്ലോ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ, നെയ്യിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ ആയിട്ട്. അപ്പോൾ അതേ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതുപോലെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. നല്ല തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയൊക്കെ സ്മെല്ലോട് കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. റെസിപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മുഴുവൻ കാണണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.